ഈ ഒരു മിശ്രിതം നമ്മൾ പച്ചമുളക് ചെടിക്കങ്ങ് തളിച്ചു കൊടുത്താൽ സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, പൂക്കൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാവാനും ഉള്ള പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും വേരിന് നല്ല ശക്തി കിട്ടാൻ എല്ലാത്തിനും ബെസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അറിയാം. നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. കണ്ടില്ലേ, ഒരു ചില്ലിക്കാശ് മുടക്കിയും വേണ്ട, അതാ അതിൻ്റെ രസം. കണ്ടോ എൻ്റെ പച്ചമുളക്? ഞാൻ കുറേ വിളവെടുത്ത് പോയത് കൊണ്ടാണ്. ഇതാ എല്ലാം ഉണ്ടായിന്ന്, പൂട്ടതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ നിറച്ച് കായ്യ. ഇതങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല, എന്നാലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ വരും, കുറേ പേര് കമൻറ്റ് വന്നിട്ടുണ്ട്. പച്ചമുളക് ഞാൻ കാണിക്കുമ്പോൾ ഞങ്ങളെ പച്ചമുളകിൽ പൂവ് ഇടുന്നില്ല, ഇടുന്ന പൂവ് എന്നെ കുഴിഞ്ഞു പോവുകയാണ്, എന്താ കാരണം എന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നിൽക്കാതെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി കൊടുക്കണമല്ലോ. എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, നമ്മൾ ഒരു മൊത്തം എൻ്റെ ചങ്കായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, പച്ചമുളക് നടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മരുന്നുണ്ടാക്കുകയാണ്. ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഉണ്ടായ പൂക്കൾ കൊഴിയാതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് പൈസയൊന്നും കൊടുക്കേണ്ട, നമ്മളൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനെൻ്റെ പച്ചമുളക് കാണിച്ചു തന്നില്ല ഉണ്ടാക്കിയത്, അത്ര ഉഷാർ. ഞാൻ വിളവെടുത്ത് പോയത് കൊണ്ടാണ് നല്ലോണം ഉണ്ടാവും. വരി നമുക്ക് അതൊക്കെ ഒന്ന്. അതിന് വേണ്ടത് ഫസ്റ്റിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ അടുക്കളയിലുള്ള ഒന്ന് തന്നെയാണ്. വെണ്ണീര്, ചാരം. ഈ ചാരം ചപ്പ് കരിയില കത്തിച്ചാലും കുഴപ്പമില്ല, വിറക് കത്തിച്ചാലും കുഴപ്പമില്ല. വിറക് കത്തിച്ചതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അങ്ങനെ ഈ ചാരം നോക്ക്, വിറക് കത്തിച്ച ചാരത്തിൻ്റെ കളർ തന്നെ നോക്ക്. വിറക് കത്തിച്ച ചാരത്തിന് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഈ ചാരം എടുക്കുക. ഈ ചാരം എടുത്ത് ഇതിനൊക്കെ ഒരളവുണ്ട്, നല്ല കൃത്യമായ അളവൊക്കെ നോക്കണം നമുക്ക്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ്, കൃഷിക്കാരുടെ പാത്രത്തിന് ചിലപ്പോൾ വലിയ ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കൃഷിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളം എടുക്കുക. അപ്പോൾ ആ ക്രമത്തിൽ തന്നെ പോട്ടെ. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 3 സ്പൂണ് ചാരം, 3 സ്പൂണ് ചാരം ഇടുക. ചാരം കൂടി പോകുമ്പോൾ ചെടിക്ക് ദോഷം ചെയ്യും. അതാ നമുക്ക് പച്ചമുളക് നട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് വളർന്ന് ഉഷാറായി വരുമ്പോണ്ടാവും ഒരു പൂപിടിയില്ല, ഉള്ളത് വാടിപ്പോകുന്നു, പച്ചമുളക് ഇലക്ക് ചുരുളിച്ച വരുന്നു, പലത്. അപ്പോൾ നമ്മൾ തളർന്നു, കൃഷി എടുക്കാൻ മടി വരും, ആവേശം കുറഞ്ഞു. ഇനി അടുത്തത് വേണ്ടത് എന്താ അറിയോ? ഇത് നമ്മളെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞളാണ്. കടയിൽ വാങ്ങിയ മഞ്ഞളിന് എല്ലാവരും പറഞ്ഞ കേൾക്കാം, ശരിക്കുള്ള മഞ്ഞളൊന്നുമല്ല, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ അറിഞ്ഞൂടാ. 1 സ്പൂണ് മഞ്ഞളും എടുത്തു, 3 സ്പൂണ് ചാരവും എടുത്ത്. ചാരവും ഇവിടെ ഉണ്ടാക്കിയത്, മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതിന് വീര്യം കൂടും. ഇനി 1 ലിറ്റർ വെള്ളം ഞാൻ ഇങ്ങോട്ട് എടുത്തതാ, അളന്ന് എടുത്തതാ. ഈ മഞ്ഞൾപ്പൊടിയും ചാരവും കൂടി ചേരുമ്പോണ്ടല്ലോ, രണ്ടും കൂട്ടരും കൂടെ മിക്സായി കഴിഞ്ഞാൽ കളറ് മാറും, ഒരു ചുവപ്പ് കളറിലേക്ക് വരും ഇത് കേട്ടോ. നോക്ക്, ഇത് നന്നായിട്ട് ഇളക്കുക. മരുന്നുണ്ടാക്കാൻ തുടങ്ങിയിട്ടോ, അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി. എനിക്ക് മുളകുണ്ടായ പോലെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെന്താണ് പോട്ടി മിക്സി, നിങ്ങളെപ്പം നനച്ച് കൊടുക്കൽ, നിങ്ങളെങ്ങനെയാണ് നനയ്ക്കല്ലോ സംശയം ചോദിക്കും. പക്ഷേ നിങ്ങൾ വയനാടായിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ, വയനാടായാലൊന്നും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ പുറകെ നടക്കണം, അതിന് കുറച്ച് കൃഷിഭ്രാന്തൊക്കെ വേണം. ഇന്ന് എനിക്ക് ഒരു റഹിയ എന്ന് പറഞ്ഞ ആൾ ഈ കമൻറ്റ് ഇട്ടിട്ടോ. എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഉള്ളിൽ എന്തോ ഒരു സങ്കടമൊക്കെ വന്ന്. എന്നെപ്പോലെ റിട്ടയർഡായ ടീച്ചറാണ് പോലും, എന്നിട്ട് ഇങ്ങനെ കൃഷിഭ്രാന്ത് എൻ്റെ പോലെ ഉണ്ട് കൃഷിഭ്രാന്ത്. അപ്പോൾ എൻ്റേത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്ന്.
കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തും കൂടിയാണല്ലോ, ഒരു കൂലി കിട്ടുന്ന സംഭവമാണല്ലോ. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് സംസ്കാരമാണ്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണല്ലോ. അപ്പോൾ താങ്ക്സ്. ഈ കുപ്പിയിലാണ് ഞാൻ ഒഴിക്കുന്നത്, കളറുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നിട്ട് ഒരു തുണി എൻ്റെ തോർത്തിൻ്റെ ഒരു പീസ് എടുത്തത്. നമുക്ക് അരിപ്പയൊക്കെ ഉണ്ട്, അതിലൊക്കെ കരട് കുടുങ്ങും, എൻ്റെ അരിപ്പയിലൊക്കെ കുടുങ്ങുന്നുണ്ട്. തുണിയിൽ അങ്ങനെ ഇല്ല, ഒന്ന് കുയ്യാക്കി അതിൽ നിന്ന് നമ്മൾ അരിച്ചെടുക്കുന്നത്. നമുക്ക് ഈ മിശ്രിതം അങ്ങ് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വേര് ചീയുന്നത് മാറും, പിന്നെ അതുപോലെ തന്നെ കുമിൾ രോഗങ്ങൾ മാറും, പിന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും, പൂക്കൾ കൊഴിഞ്ഞു പോകില്ല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ അസിഡിറ്റി ബാലൻസ് ചെയ്യും, അമ്ലഗുണം കൃഷിക്ക് യോഗ്യമാക്കും, അങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. നോക്ക് കട്ട ചോപ്പ് കേട്ടോ. ഓ എപ്പം ഇതിലും വന്ന് എൻ്റെ പൂക്കളെ വികൃതിയൊക്കെ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് വീണ് ഓരോരോ വികൃതികളൊക്കെ എൻ്റെ മക്കളെ പോലെ പോറ്റുന്ന സ്നേഹിക്കുക. ഞാൻ ഇതൊന്ന് അരിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക. കാരണം എന്താ അറിയോ, ഇത് അരിച്ച് കഴിയുമ്പോഴത്തേക്ക് സമയം വീഡിയോ അങ്ങ് നീണ്ടു പോവുക. എന്തൊരു ചോപ്പില്ലേ. ഞാനിങ്ങനൊക്കെ ഉണ്ടാക്കും, ഞാൻ പലതരം മരുന്നുണ്ടാക്കും, വളം ഉണ്ടാക്കും. പുല്ലുകൊണ്ട് വളം ഉണ്ടാക്കുന്നൊന്ന് ചെയ്തു നോക്കി, ഓക്കെ എന്തൊരു ബെസ്റ്റ് അറിയോ, അടിപൊളിയാ. നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടിയതാ. ചോര കളറില്ലേ, അതിന് ഞാൻ തീർന്നിട്ട് കാണിച്ചു തരാം. എന്താ അരിച്ച് കഴിയാനായി. ഓ ഇതിൻ്റെ കളറ് നോക്ക്, ഇത് നല്ലൊരു മരുന്നിൻ്റെ കളർ തന്നെയാണ്. ഞാൻ കുറച്ചുണ്ടാക്കാൻ കാരണം എന്താ അറിയോ, എനിക്ക് എപ്പോൾ നമ്മൾ ഉണ്ടാക്കാലോ, അതുകൊണ്ടാ ഇതിൻ്റെ കളറ്. ഞാൻ കുപ്പിയിലാക്കട്ടെ, സ്പ്രേ ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഒഴിക്കട്ടെ, നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. ഇതിൽ നല്ല അരച്ചെടുത്ത് എന്താന്ന് പറഞ്ഞാൽ എന്നിട്ടും കുറച്ചുണ്ട് കേട്ടോ. ഓ എന്നിട്ടും ഉണ്ട്. ഇനി ഞാൻ അതിൻ്റെ മൂടിയിടട്ടെ. ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും കേട്ടോ. ഈ സ്പ്രേ മാത്രം, ഇതിന് മാത്രം എനിക്ക് കുറഞ്ഞ പൈസ ആയുള്ളൂ. ആദ്യം നമ്മൾ അടിക്കുന്നതിന് മുമ്പേ ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കണം, എന്താ അറിയോ, അല്ലേ നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ സൂപ്പറാ. ഇതെൻ്റെ ചെടികളാ, ഇതിനെല്ലാത്തിനും പറ്റും കേട്ടോ. പച്ചമുളകാണ് ഇനി മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. പച്ചമുളകിനാ സംശയങ്ങൾ കൂടുതൽ വന്ന്, അതാ നല്ല സ്പ്രേ. ഇനി എൻ്റെ ചെടികൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എൻ്റെ പച്ചമുളക് ഉണ്ടായത്, ഇത് കുറേ ഞാൻ വിളവെടുത്തു പോയി. ഞാൻ മരുന്ന് ഇപ്പം പെട്ടെന്നല്ല ഉണ്ടാക്കി, എൻ്റെ സംശയം ചോദിച്ചത് കൊണ്ട് ഇതാ കണ്ടോ, ഇതിലൊക്കെ ഉണ്ടായ കണ്ടോ കായ്ച്ച് എത്രയാ. ഈ മുളകിന് ഒരു പേരൊക്കെ ഉണ്ട്, ഇതാ കണ്ടോ, ഇതാ ഒറ്റ പൂവും വാടിപ്പോകൂല, അതാ കണ്ടില്ലേ. ഇനി അതിൽ നമ്മൾ ഈ ചോര കളർ കേട്ടോ, അത് വെള്ളയിരുന്ന് ചോര കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കും. ഏറ്റവും നല്ലത് എന്താ അറിയുക, ഇലയുടെ അടിയിലാണ്. ഇങ്ങനെ അങ്ങ് അടിച്ചാൽ വെള്ളീച്ച ഉണ്ടാവില്ല, പിന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാതെ അവിടെ പിടിച്ച് നിൽക്കും. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഈ വെറും പച്ചമുളകിന് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ചെടികൾക്കൊക്കെ ഇത് ബാധക. കുമിളി രോഗം ഉണ്ടാവൂല, മണ്ണിൻ്റെ അസിഡിറ്റി നിലനിർത്തും, ക്രമീകരിച്ച് നിർത്തും. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ എന്തടിക്കുകയാണെങ്കിലും സമയം നോക്കണം. വൈകുന്നേരം ഏറ്റവും നല്ലത്. ഈ വെയിൽ ചൂടായ സമയത്ത് നമ്മൾ അടിക്കരുത്, ചെടി കരിഞ്ഞു പോകും. നമ്മളിപ്പം നല്ലതിന് വേണ്ടിയിട്ടാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയും പോലെ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം അടിക്കുക. എന്നാൽ രാത്രി ഫുള്ള് ഇതിൽ നിന്ന് പിടിച്ച് നിന്നിട്ട് പൂക്കളൊന്നും ഒരാക്രമണം ഉണ്ടാവില്ല. ഇതിൽ പിന്നെ നമുക്ക് സാധാരണ ഉള്ള നമ്മളെ മഞ്ഞളാണല്ലോ, മഞ്ഞൾ നല്ലൊരു കീടനാശിനിയാണ്. അപ്പം ഇത് രണ്ടും സംഭവം നല്ലൊരു കീടനാശിനിയാണ്, നല്ലൊരു വളവുക, ജൈവ വളവുക. അപ്പം ചെടികൾക്ക് ജൈവ ആയതുകൊണ്ട് പേടിക്കാനില്ല, ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കുക.
എൻ്റെ പച്ചമുളക് കായ്ച്ചത് കണ്ടോ? കഴിച്ചത് ഇതാ. അതൊക്കെ ഞാൻ വിളവെടുക്കാൻ താമസിച്ചു പോയി. കുറേ നട്ട് പിടിപ്പിക്കും. ഇതാ ഇവിടെ നോക്കി, ഇവിടെ നിറയെ പൂക്കളുണ്ടായി കണ്ടോ? അതിൻ്റെ ഇടയിൽ കായുണ്ടാവും, പൂക്കളുണ്ടാവും. ഇത് കാന്താരിക്ക് എല്ലാ സൈസിനും പറ്റും കേട്ടോ. പൂവുണ്ടോ? നിറയെ പൂക്കളുണ്ടായത്. ഇടയ്ക്ക് വെള്ളീച്ചർ ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ നല്ല മരുന്നാത്. വെള്ളീച്ചയൊന്നും ഉണ്ടാവില്ല. എൻ്റെ പുതിയ തയ്യാട്ടോ ഇത്. കാന്താരിയാ കണ്ടോ? വീതി വെച്ചുണ്ടായത് കണ്ടോ? ഇവിടൊക്കെ ഞാൻ ചുറ്റും നട്ടു കൊടുത്തതാ. ഒരു ചാക്കിൻ്റെ ചുറ്റും വെർട്ടിക്കലായിട്ട് അങ്ങ് നട്ടു കൊടുത്തതാ. നല്ല വളർച്ച കേട്ടോ. ഇല കണ്ടാൽ അറിയാലോ. ഇലക്ക് ചെറിയൊരു ചുരുളിച്ച വീട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ നല്ല വൈകുന്നേരങ്ങളിലാണ് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ കുഞ്ഞാ, പ്രായമില്ല, വളർച്ചയാ. കരിയിലയും അതും ഇതും ഇട്ട്. ഇതൊക്കെ എൻ്റെ മുളകിൻ്റെ വണ്ണം നോക്ക്. എൻ്റെ വണ്ണം നോക്ക്. വെള്ളക്കാന്താരിൻ്റെ വണ്ണം ഇവിടെ നോക്ക്. വണ്ണം അതൊക്കെ കേട്ടോ. അടിപൊളിയാ. ഈ പൂവൊക്കെ അവിടെ നിന്നോളൂ. അടിയിലൊക്കെ നിറച്ച് പച്ചമുളകാ. ഇതിൽ നോക്ക്, പച്ചമുളക് കണ്ടോ? അടിഭാഗം തൊട്ട് മേലെ വരെ ഉണ്ട്. അടി തൊട്ടിട്ട് എങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കാം. കർമൂസിനും കർമൂസ് അപ്പറ കരിവേപ്പിലേക്കും എല്ലാം ഇങ്ങനെ അടിച്ചു കൊടുത്താലേ ഇതമ്മന്ന് കഴുകി ഉപയോഗിക്കുക. അതിലിപ്പോൾ എന്താ ഉള്ളത്? രാസമൊന്നുമില്ല, അത് ജൈവ. എൻ്റെ കരിവേപ്പില നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സുന്ദരികൾ അതൊക്കെ. എൻ്റെ കർമൂസ് നോക്ക്, കർമൂസ് അതൊന്നും ആയില്ല, ചെറിയ പ്രായക്കാരാ. എൻ്റെ റംബൂട്ടാൻ കായ്ക്കാൻ തുടങ്ങി. നിങ്ങളതൊക്കെ കായ്ക്കാൻ തുടങ്ങിയോ? നാട്ടിലൊക്കെ ആയിട്ടുണ്ട്. വയനാട്ടിൽ എങ്ങനെ കായ്ച്ചത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്നത് കാണുന്നത് കായ്ച്ചത്. ഇതെൻ്റെ ചൈനീസ് ഓറഞ്ചാ. ചൈനീസ് ഓറഞ്ച് ഒന്നും വരാൻ നിൽക്കണ്ട. എല്ലാം ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താലേ കണ്ടോ? ചൈനീസ് ഓറഞ്ച്. എൻ്റെ ആര്യവേപ്പ് കണ്ടോ? അത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ട് പിടിപ്പിച്ചത്. എനിക്ക് ആര്യവേപ്പിൻ്റെ ഇല എപ്പം വേണം മരുന്നുണ്ടാക്കാൻ. ഒക്കെ നമ്മളെ കയ്യിൽ തന്നെ അങ്ങ് ഉണ്ടായാലേ മരുന്നുണ്ടാക്കാൻ എവിടെയും പോവണ്ട. ഇത് എൻ്റെ ജെറേനിയത്തിന് തണ്ട് മുറിച്ച് നട്ട് കണ്ടോ? ഞാൻ മുറിച്ച് നട്ടല്ല, ഇത് പൊട്ടി വീണ് കൊണ്ട് കട്ട് ചെയ്ത് ഞാൻ നട്ടു കൊടുത്തു. ഇത് ഉണ്ടായി കണ്ടോ? 2 ആഴ്ച കൊണ്ട് ഉഷാറായി. ഇതിനൊക്കെ നട്ടു കൊടുക്കണം. അതിനെല്ലാം അടിച്ചു കൊടുക്കുക കേട്ടോ. അത് കണ്ടോ? പൂക്കൾ എന്തൊരു ഭംഗിയിലാ പൂക്കൾ ഉണ്ടായത്. ജെറേനിയ. ആരോ ഒന്ന് സംശയം ചോദിച്ചിന് ആ ചുവന്ന പൂവിൻ്റെ പേരെന്താന്ന്. ജെറേനിയ കേട്ടോ. ഇതെൻ്റെ ബാൾസം. പൂവിനും എല്ലാ പച്ചക്കറിക്കും പറ്റൂ കേട്ടോ. എല്ലാത്തിനും പറ്റും. നിത്യവഴുതന കണ്ടോ? നിത്യവഴുതന ഉണ്ടായത് നോക്ക്. കുറേ പേര് നിത്യവഴുതന കണ്ടില്ല എന്നൊക്കെ പറയും. കണ്ടോ? ഇതൊക്കെ നിത്യവഴുതനയാണ്. അതോ മേലെ എല്ലായിടത്തും ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞെടുക്കുന്നു. ഞാനിങ്ങനെ അടുക്കടുക്ക് അടിച്ചു കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്ക്. നിത്യവഴുതന ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. ഇതങ്ങ് അടിച്ചു കൊടുത്താൽ ഒറ്റ പൂക്കളും കൊഴിഞ്ഞു പോവില്ല. അതിൻ്റെ ഗുണമാണത്. ഇതെങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നിത്യവഴുതന നിറഞ്ഞിരിക്കുന്നത് കണ്ടാൽ നിങ്ങളെന്നെ അതിശയപ്പെടും. ഇതാട്ടോ നിത്യവഴുതനൻ്റെ പൂവ് കണ്ടോ? കണ്ടാൽ നല്ല ഭംഗിയാ പൂവ്. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. തക്കാളിക്കൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. അതിലൊക്കെ ഉണ്ട്. അത് നിന്നോട്ടെ. അപ്പോൾ എൻ്റെ പൂ കൊഴിയാതിരിക്കാൻ, ധാരാളം പൂക്കൾ ഉണ്ടാവാനുള്ള നല്ലൊരു സൂപ്പർ മരുന്നാണ് ഇന്നത്തെ വീഡിയോ. കണ്ടല്ലോ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.